നമസ്കാരം. വടകര ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ സവിശേഷ ശ്രദ്ധ നേടുകയാണ്. മണ്ഡലത്തിലെ UDF നേതാവായ ഷാഫി പറമ്പിലും CPM സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി നേതൃത്വവും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ഈ സംഘർഷങ്ങളുടെയൊക്കെ തന്നെ കാതലെന്ന് പറയുന്നത്. കണ്ണൂരിലെ മുതിർന്ന CPM നേതാക്കളായ പിണറായി വിജയൻ, EP ജയരാജൻ, പരേതനായ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ പ്രധാന സ്വാധീന മേഖലയായിട്ടുള്ള തട്ടകമായിട്ടുള്ള തലശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നുവെന്നത് ഈ പോരാട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതാണ്. ഷാഫി പറമ്പിലിൻ്റെ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ CPM നേതൃത്വം നേരിടുന്ന വെല്ലുവിളികളും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. അദ്ദേഹത്തിൻ്റെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ പരമ്പരാഗതമായി CPMൻ്റെ സ്വാധീനത്തിലുള്ള പ്രദേശങ്ങളിൽ പോലും ശക്തമായ തിരിച്ചടി ഉണ്ടാക്കുന്നുവെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്. CPMനെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് നിരവധി ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് തെരഞ്ഞെടുപ്പ് പരാജയം. അതായത് വടകര മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ നേടിയ തെരഞ്ഞെടുപ്പ് വിജയം അത് ആദ്യത്തെ തിരിച്ചടിയായി കണക്കാക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് പൊതുരംഗത്തെ വെല്ലുവിളികളാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ പൊതുവഴിയിൽ തടയാനുണ്ടായ ശ്രമങ്ങൾ പോലും അദ്ദേഹം ശക്തമായി ചെറുത്തത് അത് CPMൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ പ്രതിരോധ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി തന്നെ മാറുകയുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ അടുത്തിടെ ഉണ്ടായ ശാരീരികമായിട്ടുള്ള ആക്രമണ ഇടപെടൽ സംഘർഷത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നിഷ്ക്രിയമാക്കാനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഉദ്ദേശിച്ച ഫലം നേടുന്നതിൽ ഈ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ഷാഫി പറമ്പിലിനെ പൊതുജന ശ്രദ്ധ വർദ്ധിപ്പിക്കാനും ഇത് സഹായിച്ചു എന്ന വിമർശനവും ഇപ്പോൾ CPMനുള്ളിലുണ്ട്. ഒരു യുവ നേതാവിന് മുന്നിൽ പാർട്ടിയുടെ സ്വാധീന ശക്തിക്ക് ഇളക്കം തട്ടിയെന്ന തോന്നൽ അത് CPM നേതൃത്വത്തിൽ അസാധാരണമായിട്ടുള്ള അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായിട്ടുള്ള EP ജയരാജൻ പേരാമ്പ്രയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലെ പരാമർശങ്ങൾ രാഷ്ട്രീയ വിവാദമായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ജയരാജനാകട്ടെ ഷാഫിക്കെതിരെ പ്രകോപനപരവും ഭീഷണി സ്വഭാവമുള്ളതുമായിട്ടുള്ള ഭാഷയാണ് ഉപയോഗിച്ചത്. ഷാഫി പറമ്പിൽ സൂക്ഷിച്ച് നടന്നാൽ മതി, മൂക്കിൻ്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ, ഇനി അധികം കളിച്ചാൽ ബാക്കിയും പോകും എന്ന അദ്ദേഹത്തിൻ്റെ പരാമർശം ശക്തമായ ശാരീരിക ആക്രമണത്തിൻ്റെ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ മുൻപ് ഉണ്ടായിട്ടുള്ള കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പല കോണുകളിൽ നിന്നും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ജയരാജൻ തൻ്റെ പ്രസംഗത്തിൽ MP നടപടിയെ പ്രാദേശിക CPM നേതാക്കളെ ആക്രമിക്കാനുള്ള ശ്രമമായിട്ട് ചിത്രീകരിക്കുകയും അത് ചെറുക്കാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അനുമതി പാർട്ടിക്ക് നൽകുന്നുവെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഒരു മാർക്സിസ്റ്റുകാരൻ അത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF കൺവീനർ TP രാമകൃഷ്ണനും ഷാഫി പറമ്പിലിനെയാണ് സംഘർഷങ്ങളുടെ പേരിൽ കുറ്റപ്പെടുത്തിയത്. പേരാമ്പ്രയിലെ ശാന്തമായ അന്തരീക്ഷം തകർക്കാൻ ഷാഫി ആസൂത്രിതമായി പദ്ധതികൾ തയ്യാറാക്കിയെന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും രാമകൃഷ്ണൻ ആരോപിച്ചു. കൂടാതെ ഷാഫിയുടെ പരിക്കിൻ്റെ ഗൗരവത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങളും രാമകൃഷ്ണൻ നടത്തുകയുണ്ടായി. മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയ ഒരാൾക്ക് പൊതുവേദികളിൽ ഇത്രയേറെ ആവേശത്തോടുകൂടി സംസാരിക്കാൻ കഴിയുമോ എന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റാൽ നേരെ നിന്ന് സംസാരിക്കാൻ പോലും കഴിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാദം MP പരിക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള നാടകമാണോ എന്ന സംശയം ഉയർത്താനാണ് അവിടെ ലക്ഷ്യമിട്ടത്. സംഘർഷങ്ങൾ സംബന്ധിച്ച CPM നേതാക്കളുടെ ഈ പ്രതികരണങ്ങൾ പാർട്ടിയുടെ സ്വാധീനം കുറയുന്നുവെന്നതിലുള്ള ആഴമായിട്ടുള്ള അവരുടെ അസ്വസ്ഥത വെളിപ്പെടുത്തുന്നതാണ്. പരമ്പരാഗതമായിട്ട് CPMൻ്റെ ശക്തമായ ഒരു കോട്ടയായി നിലനിന്നിരുന്ന വടകര പോലെയുള്ള മേഖലയിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. CPMൻ്റെ അനുഭാവികളെയും അണികളെയും പോലും കോൺഗ്രസിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ സജീവമാകുന്നത് അത് CPM നേതൃത്വത്തിന് വലിയ മാനസിക സമ്മർദ്ദമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ വിഷയത്തിൽ CPM സ്വീകരിച്ച രൂക്ഷമായിട്ടുള്ള പ്രതികരണ രീതി രാഷ്ട്രീയമായി അവർ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ജനാധിപത്യപരമായ രാഷ്ട്രീയ മത്സരത്തിൽ ഭീഷണിയുടെ ഭാഷ ഉപയോഗിക്കുന്നത് CPMൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്താനായിട്ട് പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും ഒരു അവസരം നൽകുകയാണ്. ഒരു വശത്ത് CPM നേതാക്കൾ തങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെടുന്നതിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ മറുവശത്ത് ഈ ചിറ്റപ്പനെ പോലെയുള്ളവരും അതുപോലെ ഇപ്പോൾ രാമകൃഷ്ണൻ കേരളത്തിലെ പൊതു രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോഴും LDFന് അനുകൂലമാണെന്നും മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഇങ്ങനെ അങ്ങ് തുറന്ന് പ്രകടിപ്പിക്കാനും അവർ മറക്കുന്നില്ല. എന്നിരുന്നാലും വടകരയിലെ ഈ പ്രാദേശിക പോരാട്ടം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDFന് അനുകൂലമായിട്ടുള്ള പൊതുവികാരം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു.